റോയ് എന്നാണ് എൻ്റെ പേര്. കവളക്കാട്ടിൽ നിന്ന് ആലത്തൂർ എന്നാണ് സ്ഥലപ്പേര്. ഞാൻ എൻ്റെ കൃഷിയുടെ ഭാഗമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊന്ന്, ഇടവിള കൃഷിയിലൂടെ അധിക വരുമാനം ഉണ്ടാക്കാവുന്ന രീതിയിൽ കർഷകരെ എൻ്റെ കൃഷി എടുത്ത് ചെയ്യുന്ന പോലെ തന്നെ മറ്റ് കർഷകർക്കും ചെയ്ത് കാണിച്ചു കൊടുക്കുന്ന രീതിയിൽ. അപ്പോൾ പ്രത്യേകിച്ചും റബ്ബറിൻ്റെ ഇടവിളയായിട്ട് ചെയ്യാനായിട്ട് മുൻകാലങ്ങളിൽ ഞാൻ ചെയ്തിരുന്നൊരു കാപ്പി വെറൈറ്റി തന്നെ ചെയ്തിരുന്നു, റോയ്സ് എന്ന് പറഞ്ഞൊരു സെലക്ഷൻ കാപ്പി. അപ്പോൾ റബ്ബറിൻ്റെ ഇടഭാഗം കംപ്ലീറ്റ് കാട് പിടിച്ചെടുക്കാതെ ആ ഭാഗം നമുക്ക് അഡീഷണൽ ആയിട്ട് ഒരു വരുമാനോടെ കിട്ടാവുന്ന രീതിയിലോട്ട് ആണ് നമ്മളത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ കാപ്പിയുടെ പേരെന്താ? റോയ്സ് എന്ന് പറഞ്ഞൊരു സെലക്ഷനാണിത്. കാരണം നമ്മുടെ തോട്ടത്തിലൂടെ നമ്മൾ വേർതിരിച്ചെടുത്ത ഒരു വെറൈറ്റി കോപ്പിയാണിത്. ഇപ്പോൾ ഞാൻ കൂടുതലായിട്ടും പുതിയതായിട്ടും ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, മരങ്ങളുടെ ഇടയിൽ, പ്രത്യേകിച്ചും റബ്ബർ മരങ്ങൾക്കിടയിൽ ഷെയ്ഡ് ഉള്ള സ്ഥലത്ത് ഉൽപ്പാദനം കിട്ടുന്ന കുരുമുളക് വെറൈറ്റി, അത് റബ്ബർ മരങ്ങളിലൂടെ നമുക്ക് തോട്ടങ്ങളാക്കി കൊണ്ടുവരാവുന്ന രീതിയിലോട്ട്. അപ്പോൾ നിലവിലുള്ള റബ്ബർ മരങ്ങളിൽ നിന്ന് നിശ്ചിത അകലം വിട്ട് ആണ് നമ്മളിത് കുരുമുളക് നട്ടുപിടിപ്പിക്കുന്നത്. ടാപ്പിംഗ് എപ്പോഴും 5 അടി താഴ്ഭാഗത്തേക്ക് ടാപ്പിംഗ് നടക്കുമ്പോൾ അതിൻ്റെ മേൽഭാഗത്തേക്ക് കംപ്ലീറ്റും കുരുമുളകിൻ്റെ താങ്ങുമരങ്ങളാക്കി മാറ്റാൻ പറ്റുക എന്നുള്ളതാണ്. പിന്നെ ഇതിനകത്ത് കൃഷി രീതികളിലുണ്ട് ഒരുപാട് കാര്യങ്ങളും മാറ്റങ്ങളും ചെയ്യേണ്ടത്. നമ്മുടെ പഴയ കാലത്തെ ട്രഡീഷണൽ രീതിയിലുള്ള കുരുമുളക് കൃഷിയല്ല ഇനി ചെയ്യേണ്ടത്. മഴക്കാലത്ത് പ്രത്യേകിച്ചും നീർവാർച്ച ഉറപ്പാക്കിക്കൊണ്ട് മണ്ണ് എപ്പോഴും ചായച്ച് കയറ്റി കൂമ്പാരം പോലെ എടുത്ത് അതിൻ്റെ മേലെ വേണം തൈകൾ വെക്കാൻ. കുഴിയെടുത്ത് കുഴിക്കകത്ത് വെക്കുമ്പം പലപ്പോഴും മഴക്കാലത്ത് ചീച്ചിൽ വരാനുള്ള സാഹചര്യങ്ങൾ കൂടുതലാണ്. അതോടൊപ്പം തന്നെ ഒരു ഫാം പ്ലാൻ എന്നുള്ള രീതിയിൽ നമ്മൾ തൈകൾ നടുമ്പോൾ തൊട്ട് അതിൻ്റെ വേര് പടലങ്ങളും മറ്റു കാര്യങ്ങൾക്ക് ഇപ്പോൾ നെമറ്റോഡ്സും അതോടൊപ്പം തന്നെ മീലിബഗും ആണ് പലപ്പോഴും കുരുമുളകിൻ്റെ വേരുകളെ നശിപ്പിക്കുന്നത്. വേനലാകുമ്പോഴേക്കും അത് ഏറെക്കുറെ അതിൻ്റെ നീര് ഊറ്റിയ ചെടികളെ തന്നെ പൂർണ്ണമായിട്ടും നശിപ്പിക്കുന്ന ഒരവസ്ഥയുണ്ട്. മഴക്കാലത്ത് അതിലൊരു മഞ്ഞ കളറായിട്ട് പലപ്പോഴും ചെടികൾ നിൽക്കുന്നത് കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണങ്ങളൊന്ന്, അതിൻ്റെ വേര് ഏറെക്കുറെ പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടു എന്നുള്ളത് തന്നെയാണ്. അത്തരം ചെടികൾക്ക് പിന്നെ നമ്മൾ മരുന്നോ വളമോ കൊടുത്തിട്ട് യാതൊരു കാര്യമില്ല. അതിനു മുമ്പ് വരാതിരിക്കാനുള്ള എന്തെല്ലാം ശ്രമങ്ങൾ വേണം, അതാണ് ഞാൻ മുന്നേ പറഞ്ഞ ഫാം പ്ലാൻ എന്നുള്ള രീതിയിൽ ഓരോ സമയത്തും കൃത്യമായിട്ട് കൊടുക്കുകയും ചെയ്യുകയും ചെയ്യേണ്ട കാര്യങ്ങൾ. വേനൽക്കാലമാകുമ്പോഴേക്കും ചെടികൾക്ക് ഒരു സ്ട്രെസ്സ് വരുന്ന സമയത്ത് ഇറിഗേഷന് വേണ്ടിയിട്ട് ഡ്രിപ്പ് പോലുള്ള സംവിധാനങ്ങൾ നമ്മളിവിടെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ജലസേചനവും കൂടെ ഉറപ്പ് വരുത്തിക്കൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ, അതോടൊപ്പം തന്നെ മൈക്രോ ന്യൂട്രിയൻസും മറ്റും നമുക്ക് ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുത്തും ചെടികളുടെ ചോട്ടിൽ ഒഴിച്ചു കൊടുത്തും ചെടികളെ നന്നായിട്ട് വളർത്തിക്കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചാൽ മാത്രമേ നമുക്ക് നല്ല ഉൽപ്പാദനം കിട്ടുന്ന രീതിയിലുള്ള ചെടികളാക്കി കുരുമുളകിനെ വീണ്ടും റബ്ബർ മരങ്ങളിലോട്ട് കയറ്റിക്കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കും. ഇതിന്ന് ട്രയൽ ബേസിൽ കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിലും ഇപ്പോൾ ചെയ്തു കഴിഞ്ഞു. എല്ലാ ഭാഗത്തും ഈ ഒരു മെത്തേഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. റബ്ബറിന്ന് നിശ്ചിത അകലം വിട്ട് ഒരു ചെറിയ പൈപ്പിൻ്റെ പീസ് വെച്ച് ചായച്ച് കയറ്റി വിട്ടാലുള്ള ഒരു ഗുണം, നമുക്ക് ടാപ്പിങ്ങിന് യാതൊരു തടസ്സവും ഇല്ലാത്ത രീതിയിൽ കുരുമുളക് മേൽഭാഗത്തേക്ക് കയറിപ്പോയിക്കൊണ്ടേയിരിക്കും. പിന്നെ ഒരു വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്ന്, നമുക്ക് ഷെയ്ഡുള്ള സ്ഥലത്ത് ഉൽപ്പാദനം തരുന്ന കുരുമുളക് വെറൈറ്റി ആയിരിക്കണം നമ്മൾ നടാനായിട്ട് എടുക്കേണ്ടത്. ഒപ്പം തന്നെ മഴക്കാലത്ത് ഒരിക്കലും വെള്ളം കെട്ടി നിൽക്കാതിരിക്കാനായിട്ട് നീർവാർച്ച ഉറപ്പാക്കുന്ന രീതിയിലാവണം. കൂടാതെ മഴയ്ക്ക് മുമ്പും ശേഷവും ബോറോ മിശ്രിതം നിർബന്ധമായിട്ടും കുരുമുളക് ചെടികൾക്ക് നമ്മൾ കലക്കി ഒഴിച്ചു കൊടുക്കണം. പിന്നെയും വേറെ 1-2 കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ ചെയ്യേണ്ടത്. അത് കുരുമുളക് കൃഷി ചെയ്യാൻ വരുന്ന ആളുകളോട് എപ്പോഴും ഞാൻ പറഞ്ഞു തന്നെയാണ് അവർ ആ കൃഷിയിലോട്ട് കൊണ്ടുവരുന്നത്. ശരാശരി നമുക്കൊരു 1000 മരം നമുക്കൊരു ഏക്കർ സ്ഥലത്ത്, ഒരു തോട്ടത്തിൽ റബ്ബർ മരങ്ങളുണ്ടെങ്കിൽ ആ 1000 മരങ്ങളും നമുക്ക് കുരുമുളകിൻ്റെ താങ്ങുമരങ്ങളാക്കിക്കൊണ്ട് മാറുമ്പോൾ നമുക്ക് ഏറെക്കുറെ ഇപ്പോൾ ഒരു മരത്തിൽ നിന്ന് 10-15 കിലോ കുരുമുളക് നമുക്ക് കിട്ടാം. എങ്കിലും നമുക്കൊരു 2-3 കിലോ കിട്ടിയാൽ മതി, ഒത്തിരി ഒന്നും വേണ്ട. 2-3 കിലോ കിട്ടിയാലും നമുക്ക് 1000 മരം ഉണ്ടെങ്കിൽ ഒരു 10-3000 കിലോ കുരുമുളക് നമുക്ക് കിട്ടാനായിട്ട് ഒരു തടസ്സമില്ലാണ്ട് കിട്ടും. എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ മുളകിൻ്റെ വില എന്ന് പറയുമ്പോൾ 70,000 രൂപ വിലയുണ്ട് ഒരു കിൻഡൽ മുളകിന്. അപ്പോൾ 3000 കിലോ എന്ന് പറയുമ്പം ഏറെക്കുറെ 10-20 ലക്ഷം രൂപ മേലെ നമുക്ക് കുരുമുളകിൻ്റെ അധിക വരുമാനമാണ് റബ്ബർ തോട്ടത്തിൽ നമുക്ക് കിട്ടുന്നത്. ഇത് നിലവിലുള്ള കൃഷിയിടത്തിൽ വേറെ ഒരു മാറ്റങ്ങളും വരുത്താതെ കിട്ടുന്ന ഭാഗം. ഒപ്പം തന്നെ കാപ്പി നമ്മൾ ഈ ചെയ്യുമ്പോൾ റബ്ബർ തോട്ടത്തിൻ്റെ ഇടഭാഗം കംപ്ലീറ്റും കാട് പിടിച്ച് കിടക്കാതെ ആ ഭാഗം നമുക്ക് ഷെയ്ഡഡ് ആയിട്ടുള്ള സ്ഥലത്ത് ഉൽപ്പാദനം കിട്ടുന്ന റോയ്സ് എന്ന് പറഞ്ഞ ഈ സെലക്ഷൻ നമുക്ക് ചെയ്തെടുത്താൽ നമുക്ക് റബ്ബറും കാപ്പിയും കുരുമുളകും ഒരേപോലെയുള്ള ഒരു കൃഷി രീതിയാക്കി കൊണ്ടുവരാനായിട്ട് പറ്റും. കൃഷി നമുക്ക് ലാഭകരമാണെന്ന് ഉറപ്പിച്ച് പറയാനും പറ്റും.
അപ്പോൾ കർഷകർക്ക് ഈ സമ്മിശ്ര കൃഷി ഇപ്പോഴും മികച്ച ഒരു വരുമാനം ഉണ്ടാക്കും അല്ലേ? തീർച്ചയായിട്ടും. കാരണം നമ്മൾ എപ്പോഴും ഏകവിള കൃഷിയിലൂടെയാണ് ഒരു കൃഷിയെ നമ്മൾ കാണുന്നത്. നമ്മൾ ഏകവിള കൃഷിയുടെ കാലഘട്ടം കഴിഞ്ഞു എന്നുള്ളതാണ് വാസ്തവം. എല്ലാ കൃഷിക്കും അതിനോട് യോജിക്കുന്നതായിട്ടുള്ള ഇടവിള കൃഷിക്ക് പ്രാധാന്യം കൊടുക്കണം. ഷെയ്ഡുള്ള മരങ്ങളുടെ ഇടയിൽ ആണെങ്കിൽ അതിനോട് യോജിക്കുന്നതായിരിക്കണം. വേരുപടലങ്ങളാണെങ്കിൽ തായ്വേരുകളായിട്ടുള്ള ചെടികളായിരിക്കണം നമ്മൾ പ്രത്യേകിച്ചും ഇങ്ങനെ ഉള്ള സ്ഥലങ്ങളിൽ ചെയ്യുമ്പം. സാധാരണ കാപ്പി പൊതുവേ എല്ലാത്തിൻ്റെയും പക്കുവേരുകളാണ്. നമ്മുടെ ഇപ്പോൾ ഈ റോയ്സ് എന്ന് പറയുന്ന സെലക്ഷൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് അതിൻ്റെ വേരുപടലങ്ങൾ തായ്വേരുകളായിട്ടുള്ള ചെടികളാണ്. അപ്പോൾ ഒരിക്കലും മറ്റ് കൃഷികൾക്ക് അത് ദോഷമാവത്തില്ല എന്ന് മാത്രമല്ല, നമുക്ക് ആ ഇടഭാഗം കാട് പിടിച്ചെടുക്കാതെ ഇപ്പോഴത്തെ കാപ്പിയുടെ വില വെച്ച് നോക്കുമ്പോൾ നല്ല വില കിട്ടും. എങ്കിൽ പോലും റബ്ബറും കാപ്പിയും കുരുമുളകും എല്ലാം കൂടെ സംയുക്തമായിട്ടുള്ള ഒരു കൃഷി രീതി ആണ് ഇപ്പോൾ നമുക്കിവിടെ ഉള്ളത്. ഇങ്ങനെ ആവണം വരും കാലങ്ങളിലെ നമ്മുടെ കർഷകരുടെ കൃഷി രീതികൾ പോലും. അതായത് ഫോൺ നമ്പർ ഒന്ന് പറയുമോ? എൻ്റെ നമ്പർ 94907474. റോയ് എന്നാണ് പേര്. കഴിഞ്ഞ വർഷത്തെ 2023 സംസ്ഥാന സർക്കാരിൻ്റെ കർഷകോത്തമ എന്ന് പറഞ്ഞ അവാർഡ് വാങ്ങിച്ചൊരു കർഷകനും കൂടിയാണ് ഞാൻ. ഓക്കെ, താങ്ക് യു.